നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട് ഇതുപോലൊരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എങ്ങനെയാണ് നിർമ്മിക്കാം എന്നാണ് ഈ ഒരു കോഴ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ എന്താണ് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എന്ന് പറയുന്ന ഒരു PDF ഫയലായിട്ടാണ് കിട്ടുന്നത്. ഇതൊരു PDF ഫയലാണ്. ഇതിനകത്ത് കാണുന്ന ഒരു വിസിറ്റിംഗ് കാർഡാണ്. ഇതിൻ്റെ ഒരു പേജ് മാത്രമാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വിസിറ്റിംഗ് കാർഡിനകത്ത് നമുക്ക് ഇതുപോലെ ഐക്കൺസ് കൊടുക്കാൻ കഴിയും. വെറുതെ കൊടുക്കുകയല്ല, ഇത് നമുക്ക് ആക്റ്റീവ് ഐക്കൺസ് ആക്കി മാറ്റാനും കഴിയും. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നേരെ നമ്മളെ വാട്സപ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ പേജ്, അല്ലെങ്കിൽ അക്കൗണ്ട് ആണെങ്കിൽ അക്കൗണ്ട്, ആ ഒരു രീതിയിലേക്ക് നമുക്കിതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ യൂട്യൂബിൻ്റെ ലിങ്ക് നമുക്കിതിൽ കൊടുക്കാൻ കഴിയും, വെബ്സൈറ്റ് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളെ ഓഫീസ് നിൽക്കുന്ന ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ആ ലൊക്കേഷൻ വേണമെങ്കിൽ നമുക്കിതിൽ കൊടുക്കാൻ കഴിയും. അതല്ല നമ്മളെ ഫോണിലേക്ക് ഒരു കോൾ വരണമെങ്കിൽ നമുക്ക് കോളിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് അതിനെ ആക്റ്റീവ് ആക്കി എടുക്കാനായിട്ട് കഴിയും. ഒരു ഫോൺ വഴിയാണ് ഈ ഒരു വിസിറ്റിംഗ് കാർഡ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അവിടെ കോൾ ബട്ടണും ആക്റ്റീവ് ആവും. അതുപോലെ തന്നെ ഈ വിസിറ്റിംഗ് കാർഡിൽ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇതെല്ലാം ഓരോരോ ടെംപ്ലേറ്റുകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ ഓരോ ടെംപ്ലേറ്റ് നമുക്ക് ആക്റ്റീവ് ടെംപ്ലേറ്റ് ആക്കി മാറ്റാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവരുന്നതിനാണ് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് നിർമ്മിച്ച് നമുക്ക് നമ്മുടെ കമ്പനിയെ, നമ്മുടെ ഓൺ കമ്പനിയെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇതുപോലെ കാർഡുകൾ നിർമ്മിച്ച് കൊടുത്ത് നമുക്കൊരു റവന്യൂ കണ്ടെത്താനായിട്ട് കഴിയും. നമ്മുടെ ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ സ്മൂത്തായിട്ട് റൺ ചെയ്യിപ്പിക്കാൻ കഴിയും. നമ്മൾ പരിചയപ്പെടുന്ന ഒരു കസ്റ്റമറോ അല്ലെങ്കിൽ നമ്മളെ തേടി വരുന്ന ഒരു കസ്റ്റമർക്കോ നമ്മൾ ഈ ഒരു ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ട എല്ലാ നെറ്റ്വർക്കും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളെ എല്ലാ പേജുകളിലും അല്ലെങ്കിൽ നമ്മളെ എല്ലാ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്യാനുള്ള എല്ലാ നെറ്റ്വർക്കിലും അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. ഇതാണ് ഈ ഡിജിറ്റൽ ബിസിനസ് കാർഡ് കൊണ്ടുള്ള മെയിനായിട്ടുള്ള ഉപയോഗം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡുകൾ നിർമ്മിക്കാനായിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം ആവശ്യമായിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ക്യാൻവ. ക്യാൻവ എന്ന് പറഞ്ഞ ഒരു AI ടൂളാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ക്യാൻവ വഴി നിർമ്മിച്ചെടുക്കാൻ കഴിയും. അതിലൊന്നാണ് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ്. ഈ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇവിടെ കുറേ ലിങ്കുകളും അതുപോലെ തന്നെ കുറച്ച് കോഡുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു വിസിറ്റിംഗ് കാർഡ് നിർമ്മിക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ക്യാൻവ ഓപ്പൺ ചെയ്യണം. ക്യാൻവ നമുക്ക് ഫ്രീ വെർഷനും ഉണ്ട്, പെയ്ഡ് വെർഷനും ഉണ്ട്. നമുക്കിവിടെ ഫ്രീ വെർഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൻ്റെ സെർച്ച് ബോക്സിലേക്ക് വരിക. ഇവിടെ ക്യാൻവ എന്ന് ടൈപ്പ് എടുക്കുക. ഇവിടെ ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടാണ് ഈ കീവേഡ് ഇവിടെ വന്നത്. ഇവിടെ ക്യാൻവ ലോഗിൻ അല്ലെങ്കിൽ ക്യാൻവ എന്ന് മാത്രം ടൈപ്പ് എടുത്താലും മതി. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമ്മൾ www.canva.com ഇത് ഓപ്പൺ ചെയ്യണം. ഈ ക്യാൻവ എന്ന് പറയുന്നത് ഒരു ക്ലൗഡ് സ്റ്റോറേജ് AI ടൂളാണ്. നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ്, ഇതാണ് ഹോം പേജ് ക്യാൻവയുടെ. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനായിട്ട് കഴിയും. ഇതിലിവിടെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെർച്ച് ബാർ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഫ്രീ വെർഷനാണ്. ഫ്രീ വെർഷനിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ ഈ ഒരു സെർച്ച് ബാറിനകത്തേക്ക് വന്നതിന് ശേഷം ഇവിടെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എന്ന് ടൈപ്പ് ചെയ്തിടുക. ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് മോഡൽസ് ക്യാൻവ തരും. ഇതെല്ലാം ക്യാൻവ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിസിറ്റിംഗ് കാർഡിൻ്റെ മോഡൽസാണ്. ഇനി അതല്ല നമുക്ക് സ്വന്തമായിട്ട് വിസിറ്റിംഗ് കാർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതും ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി തന്നെ നമുക്ക് ഹോം പേജിലേക്ക് പോകാം. ഹോം പേജിലേക്ക് പോകുമ്പോഴേക്കും ഇവിടെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. ഇവിടെ നമുക്ക് വിസിറ്റിംഗ് കാർഡിൻ്റെ വിഡ്ത്തും ഹൈറ്റും എല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് പുതിയ എക്സാമ്പിളായിട്ട് നമുക്കിവിടെ കൊടുക്കാം. 500x500 ഈ ഒരു രീതിയിൽ നമുക്കൊരു മെഷർമെൻറ്റ് കൊടുക്കാം. അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ ഒരു വൈറ്റ് ബോർഡാണ് കിട്ടുന്നത്. ഈ വൈറ്റ് ബോർഡിലേക്ക് നമ്മൾ ഡിസൈൻസ് കൊണ്ടുവരണം. ഇവിടെ ഈ ഒരു വൈറ്റ് ബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ ഇവിടെ തരുന്നുണ്ട്. ക്യാൻവ തന്നെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ ഇവിടെ തരുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു ചെറിയൊരു കിരീടത്തിൻ്റെ ഒരു സിമ്പൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പ്രോ വെർഷനാണ്. അതായത് പെയ്ഡ് വെർഷനിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു കിരീടത്തിൻ്റെ സിമ്പിളില്ല. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വേണമെങ്കിൽ ചെയ്യാൻ കഴിയും. ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുമ്പം ഇതിൻ്റെ തന്നെ ഒരുപാട് മോഡൽസ് വേറെ ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ്, ഇതാണ് ക്യാൻവ എന്ന് പറയുന്നൊരു വലിയൊരു ടൂളാണിത്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് പോസ്റ്റർ, ബാനർ എന്ത് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. പക്ഷേ നമ്മളിപ്പോൾ കാർഡ് ഡിസൈൻ ചെയ്തെടുക്കുന്നില്ല. നമ്മൾ ഇതിനകത്ത് ഉള്ള ഇപ്പോൾ ക്യാൻവ തന്നെ തരുന്ന വിസിറ്റിംഗ് കാർഡാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നേരെ ഹോം പേജിലേക്ക് പോകാം. ഹോം പേജിലേക്ക് പോയതിനു ശേഷം നമ്മളിവിടെ വിസിറ്റിംഗ് കാർഡ്, ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എന്ന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരുപാട് മോഡൽസ് തരുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർഡ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇതിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് കഴിയും. അതൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഈ ഒരു വിസിറ്റിംഗ് കാർഡ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഇതാണ് നമ്മളെ കാർഡ്. ഇത് ഫസ്റ്റ് പേജ്, ഇത് സെക്കൻഡ് പേജ്. ഈ ഒരു വിസിറ്റിംഗ് കാർഡ് നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ നേരത്ത് ഇതിന് മാച്ച് ആവുന്ന ഒരുപാട് വിസിറ്റിംഗ് കാർഡുകൾ വേറെയും തരുന്നുണ്ട് ഇവിടെ. ഇത് ഫ്രീ വെർഷനിലുള്ളതാണ്. അപ്പോൾ പെയ്ഡ് വെർഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തോരം വിസിറ്റിംഗ് കാർഡിൻ്റെ മോഡൽസ് ഇവിടെ വരും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമ്മളിവിടെ അതിനുശേഷം കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്നുള്ളത് കൊടുത്തു. ഇതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇതിനകത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മുടേതായ ഒരു വിസിറ്റിംഗ് കാർഡ് നിർമ്മിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ഇമേജ് മാറ്റി നമ്മുടേതായ ഒരു ഇമേജ് വയ്ക്കണം. അതിനുവേണ്ടി ഈ ഒരു ഇമേജ് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് കൊടുക്കാൻ നേരത്ത് ഇവിടെ ഡിലീറ്റ് ഇമേജ് എന്നും കൊടുത്തിട്ടുണ്ട്, ഡിലീറ്റ് ഫ്രെയിം എന്നും കൊടുത്തിട്ടുണ്ട്.
ഈ ഡിലീറ്റ് ഫ്രെയിം കൊടുക്കുകയാണെങ്കിൽ ഈ ഫ്രെയിം ഉൾപ്പെടെ ഡിലീറ്റ് ആയി പോകും. എന്നാൽ ഡിലീറ്റ് ഇമേജ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രെയിം അവിടെ ഉണ്ടാവും. ആ ഒരു ഫ്രെയിമിലേക്ക് നമ്മുടെ ഫോട്ടോ കൊണ്ടുവന്ന് വെച്ചാൽ മതിയാവും. ഇവിടെ ഈ ഫ്രെയിമിൻ്റെ അലൈൻമെൻറ്റ് കൃത്യമായിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം. നമുക്കിതിൽ ഓരോന്നും നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാനായിട്ട് കഴിയും. അതിനുശേഷം നമുക്കിവിടെ ഒരു ഫോട്ടോ കൊണ്ടുവരണം. ഫോട്ടോ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡ്സിലേക്ക് കൊടുക്കുമ്പം ഇവിടെ ടോപ്പിലായിട്ട് അപ്ലോഡ് ഫയൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വേറെ ഉണ്ട്. ഇവിടെ അപ്ലോഡ് ഫയൽ കൊടുക്കാൻ നേരത്ത് നേരെ പോകുന്നത് നമ്മളെ ഡി പാനലിലേക്കാണ്, അല്ലെങ്കിൽ ഡി ഡ്രൈവിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തു. എൻ്റെ തന്നെ ഒരു ഫോട്ടോയാണിത്. ഈ ഒരു ഫോട്ടോ നമുക്ക് ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോഴേക്കും ആ ഫ്രെയിമിന് കണക്കാക്കിയിട്ട് ആ ഒരു ഇമേജ് അവിടെ വന്നു. അതേസമയം ആ ഒരു ഫ്രെയിം അവിടെ ഇല്ലെന്ന് വെച്ചോളൂ, നമ്മൾ ഫ്രെയിം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഫ്രെയിം ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്ക്വയർ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതേ അവിടെ വരത്തും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഫ്രെയിം ഡിലീറ്റ് ചെയ്തു. ഈ ഫ്രെയിം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്. ഈ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടത് നമ്മൾ ബാക്കിലേക്ക് ഇത് ഓരോ സ്റ്റെപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എഡിറ്റ് ഫോട്ടോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ഫോട്ടോയിലേക്ക് വരുമ്പോഴേക്കും ഇതാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ. പക്ഷേ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ അവരുടെ പ്രീമിയം വെർഷൻ എടുക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു പെയ്ഡ് വെർഷനിലേക്ക് പോകാം. അപ്ലോഡ് ഫയൽ കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഇമേജ് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ എഡിറ്റ് ഫോട്ടോസ് കൊടുക്കുക. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആണ്. അത് കൊടുക്കാൻ നേരത്ത് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റിമൂവ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നമ്മൾ നേരെ ഫ്രീ വെർഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഇനി നമുക്ക് നമ്മുടെ കമ്പനിയുടെ കൊടുക്കണം. പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തന്നെ വെബ്സൈറ്റിൻ്റെ ഒരു പേര് ഇവിടെ കൊടുക്കുകയാണ്. cripseller.com എന്നൊരു നെയിം ഇവിടെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ ഒരു ലോഗോ കൊടുക്കണം. ലോഗോ ഓൾറെഡി ഈ ഒരു ലോഗോ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്തിട്ട് ലോഗോ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അപ്ലോഡ് ഫയൽ കൊടുക്കുക. വീണ്ടും നമ്മൾ ലോഗോ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ രണ്ട് ലോഗോയും സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ലോഗോ ഇങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ ലോഗോ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി വേണമെങ്കിൽ നമുക്കിതിനെ നല്ല രീതിയിൽ തന്നെ ചെയ്യാം. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഈ ഒരു കളർ പാറ്റേണിൽ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും. സെല്ലർ എന്നുള്ളതിനെ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുകൂടി എടുക്കുകയാണ്. എടുത്തതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് ഇതിൽ സെല്ലർ എന്നുള്ളത് കൊടുത്തു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം .com എന്നുള്ളതും കൊടുക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിസിറ്റിംഗ് കാർഡ് അറേഞ്ച് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഡിസൈൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ക്യാൻവയ്ക്കകത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, എനിക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കളർ പാറ്റേൺ നമുക്ക് കൊടുക്കാൻ കഴിയും. ഈ ഒരു കളർ പാറ്റേൺ ഇതിലേക്ക്, അതായത് ഈ ലോഗോ കൊടുത്തേക്കുന്നതിൻ്റെ 2 കളറുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഈ ഓരോ പീസുകളും വയ്ക്കപ്പം ക്യാൻവനെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. സെൻറ്റർ പോർഷൻ ഏതാണ് എന്നൊക്കെയുള്ള ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിനകത്ത് ഒരു റെഡ് ലൈൻ വരുന്നുണ്ട് നമ്മൾ ഓരോ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴും. ഓക്കെ, അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇതിനെ അലൈൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. സൈസ് കൃത്യമാക്കി വെച്ചിടുക. ഓക്കെ, അവിടെ നമ്മൾ ലോഗോയും കാര്യങ്ങളും ഇവിടെ നമ്മളെ കമ്പനിയുടെ പേര് ക്രിപ്സെല്ലർ തന്നെയാണ്. അത് നമ്മൾ ഇതുപോലെ കൊടുക്കുകയാണ്. ഇത് നമുക്ക് ബ്ലാക്ക് കൊടുക്കണം. നേരെ ബ്ലാക്കിലേക്ക് പോവാം. ഇത് നമുക്ക് സെയിം കളർ തന്നെ കൊടുക്കണം. നമ്മളിത് സെലക്ട് ചെയ്ത് ഇവിടെ കളർ കൊടുക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക്കായി തന്നെ ഇതിനകത്തുള്ള ഓൾമോസ്റ്റ് കളറുകളും ഇവിടെ കാണിക്കും. അതിൽ ഇഷ്ടപ്പെട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ഈ ഒരു കളർ കൊടുത്തു. പക്ഷെ ഒന്ന് അലൈൻ ചെയ്ത് വയ്ക്കണം. ക്രിപ്സെല്ലർ എന്താണെന്നുള്ളത് കൊടുക്കണം. അപ്പോൾ അത് ഓൺലൈൻ സ്റ്റോർ എന്നുള്ളത് കൊടുക്കും. ഓൺലൈൻ സ്റ്റോർ എന്ന് കൊടുത്തു. അതിനെ കൃത്യമായിട്ടൊന്ന് അലൈൻ ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കളറിൻ്റെ പാറ്റേൺ മാറ്റിയിട്ട് യെല്ലോ കൊടുത്തു. ഇതും യെല്ലോ കൊടുക്കാം. ഏത് കളർ വേണമെങ്കിലും ഇവിടെ കൊടുക്കാനായിട്ട് കഴിയും. ആണ് ക്യാൻവയുടെ ഒരു പ്രത്യേകത. അതിനുശേഷം നമുക്കിവിടെ ഐക്കൺസ് കൊടുക്കണം. ഐക്കൺസ് ഏതൊക്കെയാണ് നമുക്ക് കൊടുക്കേണ്ടത്? ഇവിടെ നമുക്ക് ഇത്രയും ഫേസ്ബുക്ക്, യൂട്യൂബ്, വെബ്സൈറ്റ്, ലൊക്കേഷൻ, ടെലിഫോൺ നമ്പർ, ടെലിഫോണിൻ്റെ ഐക്കൺ, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഐക്കൺ, ഇത്രയും ഐക്കൺസ് നമുക്കിവിടെ കൊടുക്കണം. നമുക്ക് സാമ്പിൾ എന്നോളം നമുക്ക് ഐക്കൺ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഈ ഡിസൈനിലേക്ക്, ഈ എലമെൻറ്റിലേക്ക് വരിക. എലമെൻറ്റിലേക്ക് വന്നതിന് ശേഷം ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് ഓൾറെഡി അവിടെ ഉണ്ട് എന്നാലും പറയുകയാണ്. ഓക്കെ, ഇവിടെ ഐക്കൺസ് ഒരുപാട്, വാട്സപ്പിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഐക്കൺസ് ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം പ്രീമിയമാണ്. ഇപ്പോൾ ഇത് പ്രീമിയം അല്ല. ഈ കിരീടത്തിൻ്റെ സിമ്പിൾ കൊടുത്തേക്കുന്ന എല്ലാം പ്രീമിയം വെർഷനാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ചെയ്യാൻ കഴിയും. പക്ഷേ ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത്
പേയ്മെൻറ്റ് ചോദിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോർമലായിട്ടുള്ള ഐക്കൺസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ വേണ്ടത് ഫേസ്ബുക്കാണ്. FB ഫേസ്ബുക്കിൻ്റെ ഒരു ഐക്കൺ കൊടുത്തു. ഓക്കെ, എൻ്റർ കൊടുത്തു. ഓക്കെ, ഫേസ്ബുക്കിൻ്റെ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്, ലോഗോ. പക്ഷെ ഇതെല്ലാം പ്രീമിയമാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് സെലക്ട് ചെയ്ത് ഇതിനകത്തേക്ക് വെച്ചു. വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു റൗണ്ടിനകത്ത് കൊടുക്കാം. റൗണ്ടിനകത്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ നേരെ എലമെൻറ്റിലേക്ക് വരിക, ഇവിടെ സെലക്ട് ചെയ്യുക, ഇവിടെ സർക്കിൾ സെലക്ട് ചെയ്യുക, ഈ ഒരു സർക്കിൾ എടുക്കുക, സർക്കിളിൻ്റെ ബ്ലാക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, ബ്ലാക്ക് ആക്കിയതിന് ശേഷം കൃത്യമായിട്ട് നമ്മൾ അലൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതല്ല ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇത് സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ കൊടുക്കാനായിട്ട് കഴിയും. നമുക്കിപ്പോൾ ഇവിടെ വൈറ്റ് മതി, വൈറ്റ് കൊടുക്കണം. വൈറ്റ് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. അത് എന്താണ് പറ്റിയെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ഇങ്ങോട്ട് വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് യൂട്യൂബാണ്. യൂട്യൂബിൻ്റെ നമുക്ക് കൊടുക്കാം, യൂട്യൂബ് ലോഗോ. ഇവിടെ പ്രീമിയം വെർഷനാണ് കൂടുതലുള്ളത്. നമുക്ക് ഈ ഒരു ഐക്കൺ എടുക്കാം. ഇത് നോർമലാണ്. നിങ്ങൾ പെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് പെയ്ഡിൽ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ എനേബിൾ ആയിട്ട് വരും. പെയ്ഡാണ് കുറച്ചുകൂടി നല്ലത്. കുറേ കാര്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് റിമൂവിങ്, അതുപോലെ തന്നെ ടെംപ്ലേറ്റുകളൊക്കെ ഒരുപാട് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഒരു ഇൻസ്റ്റഗ്രാമാണ്. ഇവിടെയും പ്രീമിയം വെർഷനാണ് കൂടുതലുള്ളത്, ഫ്രീ സർവീസ് ആയതുകൊണ്ടാണ്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കളർ ചേഞ്ച് കൊടുക്കാം, ബ്ലാക്ക് ആക്കി കൊടുക്കാം. ഇതെല്ലാം ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ബ്ലാക്ക് ആക്കാം. നമ്മൾ ഈ ലോഗോ വയ്ക്കുമ്പോൾ തന്നെ ക്യാൻവ കാണിച്ചു തരും ഇതിൻ്റെ സെൻറ്റർ ഏതാണ്, ലൈൻ ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടുന്നത് വെബ്സൈറ്റിൻ്റെയാണ്, വെബ്സൈറ്റ് ലോഗോ. ഓക്കെ, ഓൾറെഡി ഇവിടെ വന്നു. പ്രീമിയം വെർഷനാണുള്ളത്. ഇത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവച്ചു. ഇനി നമുക്കിവിടെ ടെലഫോണിൻ്റെ ഒരു സിമ്പിളൂടെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ ടെലഫോൺ ഐക്കൺ, ഈ വെർഷൻ ഒഴിവാക്കിയിട്ട് എടുക്കുക. ഐക്കൺസ് എല്ലാം ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെറുതായി കൊടുക്കാം. ഓക്കെ, ഈ ഒരു ലൈൻ നമുക്ക് സ്റ്റഡി ആക്കി കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു പേജിന് ഇത്തരം ഡീറ്റെയിൽസ് എല്ലാം കൂടെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ഓക്കെ, ഈ വരയൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറെയും എടുക്കാം, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. വേണമെങ്കിൽ നമുക്ക് എലമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇവിടെ ഇമെയിലിൻ്റെതുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, ലൈൻസ് എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഒരുപാട് ലൈനുകൾ നമുക്ക് കൊടുക്കാനായിട്ട്, പല ടൈപ്പ് ലൈനുകൾ കൊടുക്കാൻ കഴിയും. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് പല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നമ്മളൊരു വിസിറ്റിംഗ് കാർഡ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു വിസിറ്റിംഗ് കാർഡിൽ കൊടുത്തിരിക്കുന്ന ഐക്കൺസിനെല്ലാം ആക്റ്റീവ് ഐക്കൺസ് ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു കോഡ് കൊടുക്കേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഐക്കൺസ് എങ്ങനെയാണ് ആക്റ്റീവ് ആക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു ഓപ്ഷൻ, പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യണം. ഇവിടെ ലേയേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഡേറ്റാസാണ് നമ്മളിവിടെ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്, അതെല്ലാം ഇതിനകത്ത് എനേബിളായി വരും. ഈ ഐക്കൺസിനകത്ത് എവിടെ ടച്ച് ചെയ്താലും നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്തോട്ടോ ഒക്കെ പോകുന്ന രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ നമുക്ക് വേണ്ടത് ഈ ഐക്കൺസ് മാത്രം ആക്റ്റീവ് ഐക്കൺസ് ആക്കി മാറ്റിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഈ കോളിൻ്റെ ഐക്കൺസിലേക്ക് വരിക. ഇവിടെ 3 ഡോട്ട് കിട്ടും. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ചങ്ങലയുടെ രീതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷൻ, അത് ഓപ്പൺ ചെയ്യണം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ലിങ്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ നേരെ നോട്ട് പാഡിലേക്ക് പോവുക. നോട്ട് പാഡിൽ പോയതിനു ശേഷം ഇവിടെ ടെലഫോണിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഇതുപോലെ കൊടുക്കുക എന്നുള്ളത്. ഈ ഒരു ലിങ്ക് കൊടുത്തതിന്, ഈ ഒരു കോഡ് എഴുതിയതിന് ശേഷം +91 കൺട്രി കോഡാണ്. കൺട്രി കോഡും കൊടുത്ത് നമ്മളെ ഏത് ടെലഫോണിലേക്കാണോ കോൾ വരേണ്ടത് ആ ഒരു ടെലഫോൺ നമ്പർ കൊടുക്കണം. നമ്മുടെ ഈ ഒരു മൊബൈൽ നമ്പറാണ്. ഇത് കൊടുത്തു. ഇത് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നതിന്
പേസ്റ്റ് ചെയ്തു, ഡൺ കൊടുത്തു. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ലിങ്ക്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് ഇതിനകത്തേക്ക് എംബെഡ് ആയി കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് വാട്സപ്പ് അതുപോലെ തുടങ്ങണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പോകണം എന്നില്ല, ഈ ഒരു സിസ്റ്റത്തിലൂടെ പോകണമെന്നില്ല. Ctrl+K കൊടുത്താലും ഇവിടെ വരും. ഷോർട്ട് കീ ആണത്. ആ Ctrl കീയിലേക്ക് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. വാട്സപ്പാണ്. അപ്പോൾ വാട്സപ്പിന് ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്, ഇതാണ് വാട്സപ്പിൻ്റെ കോഡ്. പിന്നെ കൺട്രി കോഡ് ഏതാണോ വാട്സപ്പ് നമ്പർ അത് കോപ്പി കൊടുത്തു. നമ്മുടെ Ctrl+K കൊടുക്കുവാണ്. Ctrl+K കൊടുത്തപ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നു. പേസ്റ്റ് കൊടുത്തു, എൻ്റർ കൊടുത്തു. എൻ്റർ കൊടുത്തപ്പോൾ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ലിങ്ക്ഡ് എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നു. അതെടുക്കുക ഓരോന്നും നമ്മൾ കൊടുക്കണം. അതിനുവേണ്ടി നേരെ പോവുക ഫേസ്ബുക്കിൻ്റെ പേജ്, ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഇവിടെ എടുത്തു. ഈ ലിങ്ക് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ ഫേസ്ബുക്കിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഫേസ്ബുക്ക് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടോപ്പ് ബാറിലായിട്ട് കാണുന്നതാണ് നമ്മുടെ ലിങ്ക്. ഓക്കെ, നമ്മളെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ പേജ്, അക്കൗണ്ട് ആണെങ്കിൽ അക്കൗണ്ട്. അവിടെ വന്ന ശേഷം ഇതുപോലെ ടോപ്പിൽ നോക്കി കഴിഞ്ഞാൽ നമ്മളെ ലിങ്ക് കിട്ടും. ഈ ലിങ്കിനെയാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫേസ്ബുക്ക് ഉണ്ട്, ഫേസ്ബുക്കിൻ്റെ ലിങ്ക് നമ്മളിവിടെ കോപ്പി എടുക്കുവാണ്. കോപ്പി ചെയ്തു, നേരെ ഫേസ്ബുക്കിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ അത് കോപ്പിയായി. അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ യൂട്യൂബിൻ്റെ ലിങ്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള അറിയാമല്ലോ. നമ്മൾ യൂട്യൂബ് പേജിലേക്ക് പോവുക, യൂട്യൂബിൻ്റെ ലിങ്ക് എടുക്കുക, കോപ്പി ചെയ്യുക, നേരെ യൂട്യൂബിൻ്റെ ഐക്കണിലേക്ക് വരിക, നമ്മളിവിടെ പേസ്റ്റ് കൊടുക്കുക, എന്നിട്ട് ഡൺ. അത് കഴിഞ്ഞ് പിന്നെ ഇൻസ്റ്റഗ്രാമാണ്. ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഓൾറെഡി ഇവിടെ എല്ലാത്തിൻ്റെയും ലിങ്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലിങ്കുകളെല്ലാം ഇതിനകത്തേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു പേജിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, ഇതിപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കാര്യമായതുകൊണ്ടാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യപ്പോഴേക്കും വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പേജിലേക്ക് പോകണം, ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് അതും ചെയ്യാൻ പറ്റും. അതിന് സെലക്ട് ചെയ്യുക, നമുക്ക് Ctrl+K കൊടുക്കുക, ഇവിടെയെങ്കിലും ലിങ്ക് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമറുടെ കൈ അതിലേക്ക് ടച്ച് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പേജിലേക്ക് പോകും. എന്നാൽ ഹൈഡിങ് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ലിങ്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമുക്കിവിടെ ചെറിയൊരു നോട്ട് കൊടുക്കണം. കാരണം ഈ ലിങ്കുകളെല്ലാം ആക്റ്റീവ് ലിങ്ക് ആണെന്നുള്ളത് കസ്റ്റമർക്ക് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ടൊരു നോട്ട് കൊടുക്കണം. അതിന് വേണ്ടി നമുക്ക് ഇത് ഒരു ടെക്സ്റ്റ് എടുത്തതിന് ശേഷം നമ്മളിവിടെ ഇതെല്ലാം പ്രീമിയം ആണ് കാണിച്ചിരിക്കുന്നത്, നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഫ്രീ ആണ്. അത് നമ്മളിങ്ങോട്ട് സെലക്ട് ചെയ്ത് ഇവിടെ വെച്ചു. അതിനുശേഷം ഇവിടെ ഒരു കണ്ടൻറ്റ് എഴുതി കൊടുക്കാം, ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ക്ലിക്ക് ടു സീ. ഇങ്ങനൊരു നോട്ടൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് അല്പം വലുതായി കൊടുക്കാം, കസ്റ്റമർ കാണണ്ടേ, ഇത്രയും വേണ്ടല്ലേ, ഇതിൻ്റെ ഡാർക്കായി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ക്ലിക്ക് ടു സീ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് വേറൊരു കളർ കൊടുക്കാം. ഇവിടോട്ട് വന്നതിന് ശേഷം കുറച്ച് എടുത്ത് കാണിക്കുന്നൊരു കളർ. ഓക്കെ, ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും കസ്റ്റമർക്ക് മനസ്സിലാവും ഇത് ക്ലിക്കബിൾ ലിങ്ക് ആണെന്നുള്ളത്. അപ്പോൾ അടിപൊളി ഒരു വിസിറ്റിംഗ് കാർഡ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഷെയർ ബട്ടൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഷെയർ ബട്ടൺ കൊടുക്കുക, ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തതിന് ശേഷം ക്യാൻവ തന്നെ കാണിച്ചിട്ടാണ് PNP ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട്. പക്ഷേ നമുക്ക് PNP വേണ്ട, ഇവിടെ നമുക്ക് PDF ഫയൽ മതി. അപ്പം അതിന് വേണ്ടി ഇവിടെ PDF സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അതിനുശേഷം ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡിങ് നടക്കുകയാണ്. ഡൗൺലോഡിങ് കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ D ഡ്രൈവിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് പഴയൊരു വിസിറ്റിംഗ് കാർഡാണ്. ഇത് നിങ്ങൾ ആദ്യം കാണിച്ചെന്നൊരു വിസിറ്റിംഗ് കാർഡ്. ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു കാർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇതിൽ നമുക്കിപ്പോൾ വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫേസ്ബുക്ക് പേജിലേക്ക് പോകും. ഓക്കെ, അതല്ല ഇപ്പോൾ യൂട്യൂബിലേക്കാണ് പോകേണ്ടതെങ്കിൽ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ യൂട്യൂബിലേക്ക് പോകും. ഇതെൻ്റെ യൂട്യൂബ് പേജാണ്, യൂട്യൂബ് ചാനലിലേക്ക് പോകും. അതല്ല ഇൻസ്റ്റാഗ്രാമിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്താൽ മതി, നേരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകും.